അപ്പം നമ്മളിവിടെ ഇപ്പം നമ്മുടെ ഓൺലൈൻ ഒരു കുട്ടിക്ക് നമ്മളൊരു സ്റ്റുഡൻറ്റിന് പറഞ്ഞു കൊടുത്ത ഇതാണ്. അപ്പോൾ എന്തായാലും വിചാരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കൂടെ ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതി. അതാണ് സ്ലിറ്റിന് ഇവിടെ നമ്മൾ സീഡ് റൗണ്ടിന് താഴോട്ട് എങ്ങനെയാണ് അടിക്കുന്നതെന്നാണ്. നമ്മൾ 1 ഇഞ്ചാണ് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് വിട്ടിട്ടുള്ളത് അല്ലേ സീഡ് റൗണ്ടിൻ്റെ. അതുപോലെ തന്നെ ആ 1 ഇഞ്ച് വിടുമ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ലോക്ക് ചെയ്ത് അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് അടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ലൈനിങ് ഫസ്റ്റ് ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ 1/2 ഇഞ്ച് ഒരിക്കൽ ഫോൾഡ് ചെയ്യുക. വീണ്ടും ഒരു 1/2 ഇഞ്ച് കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അടിക്കണേ. കറക്റ്റായിട്ട് പതുക്കെ ഇങ്ങനെ ഇത് നമ്മൾ ഇവിടെ ഒന്നും വളവൊന്നും വരരുത്. അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് നമ്മൾ അരുത് അകത്തോട്ട് ലോക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് സ്ലിറ്റ് നല്ല ഇവിടെ വെച്ച് സൗണ്ട് കേൾക്കുന്ന എൻ്റെ കമ്പ്യൂട്ടർ എംബ്രോയ്ഡറി മെഷീൻ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഒരു സൗണ്ട് വരുന്നത്. നമ്മൾ ഈ സൈഡിൽ അടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ഇവിടെ വരുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ലോക്ക് കൊടുത്തിട്ടുണ്ടല്ലേ, നമ്മൾ കെട്ടിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതിങ്ങനെ പിടിച്ച് ആ 1/2 ഇഞ്ച് ഇവിടെയല്ല ഇവിടം വരെ ഒന്നടിക്കുക. ഇതാണ്ടോ അവിടെ അടിച്ച് സൂചി താഴെ ഇറങ്ങി നിൽക്കണം. സൂം ചെയ്ത് സൂചി താഴോട്ട് ഇറങ്ങി നിൽക്കുക അതിന് ശേഷം മാത്രമേ ഇത് തിരിക്കാവൂ. അത് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, മറു സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കണ്ടോ എടുത്തതിന് ശേഷം വീണ്ടും സൂചി താന്നിരിക്കുന്ന സമയത്ത് മാത്രമേ ഇത് തിരിക്കാവൂ. ഇതിന് ശേഷം നമ്മൾ വീണ്ടും എങ്ങനെയാണോ ആ സൈഡ് അടിച്ചത് അതുപോലെ താഴോട്ട് പോകും. അപ്പോൾ ഇനി നമുക്ക് ഇതിന് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടത് കാണിച്ചു തരാം. വീഡിയോ ലെങ്ത് കൂടി പോകുന്നു. ഇങ്ങോട്ട് നോക്കിയേ, ഇതാണ്ടോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ ഒരു ലൈനും വരാതെ ഉണ്ടോ. ഇവിടെയും നല്ല ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ സ്ലിറ്റ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ ബൈ. ഇനി